ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് മനസ്സിലാക്കിയ ദൈവം അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കുവാൻ തീരുമാനിച്ചു. ദൈവം മനുഷ്യന് ഒരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയെല്ലിൽ നിന്ന് ഒന്നെടുത്ത് അതിൽ മാംസം പിടിപ്പിച്ച് ഒരു സ്ത്രീയെ ഉണ്ടാക്കി മനുഷ്യന് കൊടുത്തു. വേദപുസ്തകത്തിൽ ധാരാളം സ്ത്രീകളെ പരിചയപ്പെടുവാൻ കഴിയും. അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് നമുക്ക് ധാരാളം പഠിക്കുവാനുമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ കഴിയുന്ന നല്ല മാതൃകയാകുന്ന വേദപുസ്തകത്തിലെ ചില സ്ത്രീ കഥാപാത്രങ്ങളെ ഞങ്ങളിവിടെ അവതരിപ്പിക്കുകയാണ്. താബൂർ വള്ളംകുളം ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് അവതരിപ്പിക്കുന്നു വേദപുസ്തകത്തിലെ സ്ത്രീരത്നങ്ങൾ. സാറ, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ഭാര്യയായ സാറ, വാഗ്ദത്തം ചെയ്ത ദൈവത്തെ വിശ്വസ്തൻ എന്നെണ്ണുകയാൽ പ്രായം ചെന്നിട്ടും ഒരു പുത്രന് ജന്മം കൊടുക്കുവാൻ ഭാഗ്യം ലഭിച്ച ജാതികളുടെ മാതാവ് എന്ന പേരിൽ അറിയപ്പെട്ട സ്ത്രീരത്നം സാറ. മിരിയാം, ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്നും കനാനിലേക്ക് നയിച്ചുകൊണ്ടു പോകുവാൻ സഹോദരന്മാരായ അഹരോനോടും മോശയോടുമൊപ്പം നിന്ന ധീര വനിത. ഇസ്രായേലിന്റെ മക്കൾ ചെങ്കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി അക്കരെ കടന്നപ്പോൾ മിരിയാം തപ്പെടുത്തു. സ്ത്രീകൾ എല്ലാവരും തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ അവളുടെ പിന്നാലെ ചെന്നു. ദെബോര, ഇസ്രായേലിനെ ന്യായപാലനം ചെയ്ത ബൈബിളിലെ പ്രവാചകിയായ ഏക ന്യായാധിപ ദെബോര, ആത്മത്യാഗത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും നല്ല മാതൃക. കനാന്യർക്കെതിരെയുള്ള യുദ്ധത്തിൽ തൻ്റെ കൂടെ വരണമെന്ന് ബാരാക്ക് അഭ്യർത്ഥിച്ചപ്പോൾ ബാരാക്കിന് ധൈര്യം പകർന്ന് യുദ്ധത്തിന് ഉത്തേജനം പകരുവാൻ ബാരാക്കിനും സൈന്യത്തിനുമൊപ്പം ഇറങ്ങിത്തിരിച്ച് കനാന്യർക്കെതിരായ യുദ്ധത്തിൽ ഇസ്രായേലിന് ഉജ്ജ്വല വിജയം നേടുവാൻ ദൈവം ഉപയോഗിച്ച ദീർഘദർശിനി. അതിനുശേഷം ദെബോര പാടിയ സ്തോത്രഗീതം ബൈബിളിലെ ഏറ്റവും പുരാതനമായ കവിതകളിലൊന്നായി കരുതപ്പെടുന്നു. രൂത്തും നവോമിയും, യഹോവയോടും അമ്മാവി അമ്മയായ നവോമിയോടുമുള്ള ഇഷ്ടം കാരണം തൻ്റെ നാടിനെയും വീടിനെയും വീട്ടുകാരെയും വിട്ട് താൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത യഹൂദ നാട്ടിലേക്ക് ഇറങ്ങി പുറപ്പെട്ട മോവാബിയ സ്ത്രീയായ രൂത്ത് തൻ്റെ ദൈവഭക്തിയും കഠിനാധ്വാനവും വിശ്വസ്തതയും കൊണ്ട് യേശുവിൻ്റെ വംശാവലിയിൽ തന്നെ ഇടം പിടിച്ച മഹിളാരത്നം. മരുമക്കളിൽ ഒരാളായ ഓർപ്പ തൻ്റെ ജനത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോയപ്പോഴും രൂത്ത് അമ്മാവി അമ്മയായ നവോമിയോട് പറ്റി നിന്നു. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം, നീ മരിച്ചടക്കപ്പെടുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും എന്ന ഉറച്ച നിലപാട് സ്വീകരിച്ച രൂത്ത് മരുമക്കൾക്ക് ഒരു മാതൃകയാണ്. അതുപോലെ യാതൊരു പ്രത്യാശയ്ക്കും വകയില്ലാത്ത തന്നോടുകൂടെ ഇറങ്ങിത്തിരിക്കുവാൻ രൂത്തിനെ പ്രചോദനമായത് സ്നേഹനിർമ്മലയായ നവോമിയുടെ ഇടപെടലുമാണ്. മരുമക്കളോടുള്ള സമീപനത്തിന് അമ്മായി അമ്മമാർക്ക് ഇതൊരു മാതൃകയാക്കാവുന്നതാണ്. ഹന്ന, ഇസ്രായേൽ ജനത്തിന്റെ ന്യായാധിപന്മാരിൽ ഏറ്റവും ഒടുവിലത്തെ ന്യായാധിപനായിരുന്ന ശമൂവേൽ പ്രവാചകന്റെ അമ്മയായ ഹന്ന. ഹന്നയുടെ മടുത്തു പോകാത്ത പ്രാർത്ഥനയും ത്യാഗമനോഭാവവും സമർപ്പണവും ദൈവത്തോടുള്ള ഭക്തിയും വിശ്വാസവും നാം മാതൃകയാക്കേണ്ടതാണ്. ദൈവസന്നിധിയിൽ കരയുന്ന മാതാവിൻ്റെ കണ്ണുനീരിനെ മാനിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ദൈവം ഹന്നയ്ക്ക് നൽകുന്ന വിജയം. ഹന്നയെപ്പോലെ തന്നെ നമുക്കും ദൈവസന്നിധിയിൽ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അബിഗേൽ, കർമ്മേലിന്റെ മഹാധനികനായ നാബാലിന്റെ ഭാര്യ, അവിവേകിയും ദുഷ്ടനുമായ തൻ്റെ ഭർത്താവിൻ്റെ പ്രവൃത്തിയാൽ വന്നു ഭവിക്കാമായിരുന്ന വലിയ ദുരന്തത്തെ വിവേകം കൊണ്ടും സന്ദർഭോചിതമായ ഇടപെടലുകൾ കൊണ്ടും അനുഗ്രഹമാക്കി മാറ്റിയ ധീരവനിത. എസ്തേർ, അഹശ്വേരോശ് രാജാവിൻ്റെ ഭാര്യയായ എസ്തേർ
തൻ്റെ രാജ്ഞി പദത്തിലും കൊട്ടാരത്തിലെ സുഖലോലുപതയിലും മതിമറന്ന് ആഹ്ലാദിക്കാതിരുന്ന എസ്തേർ തൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്നിട്ടും സ്വജനത്തിൻ്റെ വിടുതലിനു വേണ്ടി രാജ്യസന്നിധിയിൽ ധൈര്യത്തോടെ നിലകൊണ്ട പ്രൗഢിയും കുലീനയുമായ ഉത്തമ സ്ത്രീ. മറിയയും എലിസബത്തും. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന് ജനിക്കുവാൻ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത മറിയം, സ്വന്തം മകനെ ലോകത്തിന്റെ പാപപരിഹാര ബലിയായി സമർപ്പിച്ച ത്യാഗത്തിന്റെ നിറകുടം. യേശുക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ ജനിച്ച സ്നാപക യോഹന്നാന് ജന്മം കൊടുത്ത എലിസബത്ത്. തന്റെ കർത്താവിന്റെ അമ്മ അടുത്തു വന്നപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ കിടന്ന ശിശു അത് തിരിച്ചറിഞ്ഞു. ദൈവസന്നിധിയിൽ നീതിയുള്ളവളും കർത്താവിന്റെ സകല കൽപ്പനകളും പാലിച്ചിരുന്ന ഉത്തമ സ്ത്രീയായിരുന്നു എലിസബത്ത്. ഹന്ന പ്രവാചകി. ആശേർ ഗോത്രത്തിലെ ഫനുവേലിന്റെ മകളായ ഹന്ന പ്രവാചകി വളരെ വയസ്സു ചെന്നിട്ടും ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന കഴിച്ചു പോന്നു. അതുകൊണ്ട് യെരൂശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും യേശുവിനെ കുറിച്ച് പ്രസ്താവിക്കുവാൻ ഹന്ന പ്രവാചകിക്ക് കഴിഞ്ഞു. മാർത്തയും മറിയയും. യേശു സ്നേഹിച്ച ലാസറിന്റെ സഹോദരിമാരായ മാർത്തയും മറിയയും യേശുവിൻ്റെ പാദപീഠത്തിലിരുന്ന് യേശുവിൻ്റെ മൊഴികൾക്ക് ചെവി കൊടുത്ത് എപ്പോഴും നല്ല അംശം തിരഞ്ഞെടുത്ത മറിയ. പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരുന്ന മാർത്തയ്ക്ക് യേശുവിൻ്റെ സന്ദർശനം ആശ്വാസം തന്നെയായിരുന്നു. മാർത്തയുടെ അതിഥി സൽക്കാരം ഏതൊരു സ്ത്രീക്കും മാതൃകയാക്കാവുന്നതാണ്. ശമരിയക്കാരി സ്ത്രീ. യേശുവിനെ മശിഹായാണെന്ന് തിരിച്ചറിഞ്ഞ ശമരിയക്കാരി സ്ത്രീ അറിഞ്ഞ സത്യം മറച്ചുവെക്കാതെ വെള്ളം കോരുവാൻ വന്ന കാര്യം പോലും മറന്ന് പട്ടണത്തിലേക്ക് ഓടിച്ചെന്ന് താൻ അറിഞ്ഞ സത്യം എല്ലാവരെയും അറിയിക്കുന്നു. അവളുടെ വാക്കുകേട്ട ജനം പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് യേശുവിനെ കാണാനെത്തുന്നു. മഗ്ദലനക്കാരത്തി മറിയം. യേശുവിൻ്റെ ശുശ്രൂഷയുടെ അവസാനം വരെ യേശുവിനെ അനുഗമിച്ച മഗ്ദലനക്കാരത്തി മറിയം. മരണസമയത്തും യേശുവിനോടൊപ്പം അവൾ ഉണ്ടായിരുന്നു. അതികാലത്തെ തന്നെ കല്ലറയ്ക്കലെത്തിയ മറിയയെയാണ് താൻ ഉയർത്തെഴുന്നേറ്റ എന്ന സത്വാർത്ത ശിഷ്യന്മാരെ അറിയിക്കുവാൻ യേശു ചുമതലപ്പെടുത്തിയത്. അപ്പോസ്തോലന്മാരുടെ അപ്പോസ്തോല മഗ്ദലനക്കാരത്തി മറിയം. ക്രിസ്തീയ ജീവിതത്തിൽ സഹോദരിമാർ അനുഷ്ഠിക്കേണ്ട കാര്യത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവർ ഭർതൃപ്രിയന്മാരും പുത്രപ്രിയന്മാരും ബോധനവും പാതിവൃത്തിയും ഉള്ളവരും വീട്ടുകാരെ നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും നന്മ ഉപദേശിക്കുന്നവരുമായിരിക്കണം. സദൃശ്യവാക്യങ്ങൾ 4:2 പറയുന്നത്, സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിനൊരു കിരീടം. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിലും വിശ്വാസത്തിൻ്റെ പൂർത്തീകരണത്തിൽ സാറയ്ക്ക് ലഭിച്ചതുപോലെയുള്ള ദൈവിക പ്രവർത്തികൾ കാണുവാനും മിരിയാമിനെ പോലെ വാദ്യഘോഷങ്ങളോടെ ദൈവസന്നിധിയിൽ ആരാധിക്കുവാനും ദെബോരയെ പോലെ ദൈവജനത്തിന് വേണ്ടി ദൈവദാസന്മാർക്ക് ധൈര്യം പകരുവാനും നവോമിയെപ്പോലെ ഒരു മാതൃകാ മാതാവാകുവാനും രൂത്തിനെ പോലെ സത്യത്തെ പിന്തുടരുവാനും ഹന്നയെപ്പോലെ തലമുറകളെ ദൈവവേലയ്ക്ക് പ്രയോജനപ്പെടുത്തുവാനും അബീഗയിലിനെ പോലെ വിവേകത്തെപ്പോലെ പെരുമാറുവാനും എസ്തേറിനെ പോലെ ജനത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുവാനും യേശുക്രിസ്തുവിൻ്റെ മാതാവിനെ പോലെ താഴ്മ ധരിക്കുവാനും എലിസബത്തിനെ പോലെ നീതിയുള്ളവളായിരിക്കുവാനും ഹന്ന പ്രവാചകിയെ പോലെ വാർദ്ധക്യത്തിലും വിശ്വാസം പിന്മാറാതെ പ്രത്യാശയിൽ നിൽക്കുവാനും മാർത്തയെ പോലെ പരിചരണമുള്ളവൾ ആകുവാനും മറിയെപ്പോലെ കർത്താവിൻ്റെ പാദപീഠ ഇരിക്കുവാനും ശമരിയക്കാരി സ്ത്രീയെപ്പോലെ ദൈവത്തെ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുവാനും മഗ്ദലക്കാരത്തി മറിയെപ്പോലെ അന്ത്യം വരെ വിശ്വസ്തയായിരിക്കുവാനും ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ അവതരണം ഇവിടെ പൂർണ്ണമാകുന്നു.